എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്തായാലും ക്ലാസ് തുടങ്ങുന്നുണ്ട്. നമ്മൾ ജിങ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ജിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വന്നിട്ട് ഷൻ ആണ്. ഓക്കെ, ജിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഷൻ എന്നുള്ളൊരു വാക്കും കൂടെ പഠിക്കണം. ഈ ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി സ്പിരിറ്റ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം. നമ്മളുടെ ബോധമണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ തോട്ട് പാറ്റേൺസ്, നമ്മുടെ എമോഷൻസ്, നമ്മളുടെ ചിന്തകൾ, ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന എനർജീനെയാണ്, അല്ലെങ്കിൽ അതിന് മറ്റേ ആ ഒരു എന്താ പറയുക, വാക്കിനെ നമുക്ക് ഷൻ എന്നുള്ള പേരിലോ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നോ വിളിക്കാം. അതിൽ ഒരു കൺസെപ്റ്റാണ് TCMൽ നമ്മൾ ബാക്കിയുള്ള പഠിച്ചതുപോലെ തന്നെ അതേമാതിരി തന്നെ ജിങ്ങൊക്കെ പഠിച്ചതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ബോധമണ്ഡലങ്ങൾ, അതായത് നമ്മുടെ തോട്ട് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ, ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഷൻ അല്ലെങ്കിൽ സ്പിരിറ്റിനെയാണ്. സ്പിരിറ്റ് എന്നുള്ള വാക്കും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഈ ഷെന്നാണ് നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ തോട്ട് പാറ്റേൺസിനെ നിയന്ത്രിക്കുന്നതും. നമുക്ക് ചിന്തകൾ ഉണ്ടാവുന്നതെല്ലാം തന്നെ ഷൻ എനർജി നന്നായിരിക്കെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്പിരിറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തോട്ട് പാറ്റേൺസും മറ്റും കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രായമായ ആളുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ തോട്ട് പാറ്റേൺസ് അവർക്ക് വളരെ കുറവുണ്ടാവും. ഓക്കെ, അവരുടെ ചിന്തകളൊന്നും വന്നിട്ട് അവർ എന്തോ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ തോട്ടിലൊന്നും ഉണ്ടാവില്ല. അവർ ബ്ലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ പ്രായമാകുന്ന സമയത്ത് ഈ ഷൻ അല്ലെങ്കിൽ സ്പിരിറ്റ് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അത്. അങ്ങനെ കുറയുന്ന ആളുകൾ വന്നിട്ട് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണിലൊന്നും ഒരു പ്രകാശം ഉണ്ടാവില്ല. എന്താ പറയുക, മരവിച്ചു പോയ കണ്ണുകളിൽ നിന്നോ അല്ലെങ്കിൽ നിരാശാജനകമായ ഐ പോലെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ TCMൽ പറയുന്നത് ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഹാർട്ടാണ്. അതേമാതിരി TCMൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇത് പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഹാർട്ടിലാണ് ഉള്ളത്. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലൊക്കെ പറയണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ വിചാരിക്കുന്ന ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടും പെരിക്കാർഡിയമാണ്. പെരിക്കാർഡിയത്തിനും ഹാർട്ടിനും ഇടയിലാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ദൈവസങ്കല്പമായിട്ട് പറയാറ്. ഓക്കെ, സോ അതാണ് ആ ജീവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഷെന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതും ഹാർട്ടിലാണ്. പക്ഷെ അത് റിസംബ്ലൻസ് ചെയ്യുന്നത് ടങ്ങിലല്ല, മറിച്ച് കണ്ണിലാണ്. എല്ലാം റിലേറ്റഡ് ആയിട്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഷൻ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഹാർട്ടിലാണെങ്കിലും അത് ഐയിലൂടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരാളുടെ കാഴ്ച ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ണ് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ കണ്ണിന്റെ കളറും കണ്ണിന്റെ പ്രസരിപ്പും ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഡള്ളാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ക്ലൗഡഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവരുടെ ഷെന്നിന്റെ അളവ് വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഷെൻ കുറയും തോറും അവർക്ക് മെമ്മറി, ഓർമ്മത്തെറ്റുകൾ കൂടുതലാണ്. അപ്പം നമ്മൾ വേണമെങ്കിൽ നമ്മുടെ പ്രായമായ ആളുകളിലൊക്കെ പൂർണ്ണമായും മെമ്മറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഷൻ എനർജി തീരെ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ സ്പിരിറ്റ് തീരെ ഇല്ല എന്ന് പറയാം ആസ് പെർ TCM. അപ്പോൾ അവർക്ക് അത് തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു സംസാരിച്ച് തുടങ്ങുകയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിലും അത് തോട്ട് പാറ്റേണിലാണെങ്കിലും ശരി, പ്രവൃത്തിയിലാണെങ്കിലും ശരി, ഇൻകംപ്ലീറ്റഡ് ആയിരിക്കും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് മെൻ്റലിയും തന്നെ അത് നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ആളുകളുടെ സ്ലീപ്പ് പാറ്റേണും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പ്രോപ്പറായിട്ട് ആയിരിക്കില്ല അവർക്ക് ഉറങ്ങുന്നത്. വല്ലപ്പോഴൊക്കെ കുറേശ്ശെ ആയിട്ട് ഉറങ്ങുന്ന കൂട്ടത്തിലായിരിക്കും. ഇതെല്ലാം തന്നെ സ്പിരിറ്റ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഷെന്നിൻ്റെ കുറവായിട്ടാണ് നമ്മൾ TCMൽ കാണേണ്ടത്. ഓക്കെ, the distance of Shen is very marked. There are also changes in the conscious state. ഒന്നുമില്ല, നമ്മളെ ഈ ഷെന്ന് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോധമണ്ഡലത്തിൽ തന്നെ മാറ്റം വരും. അതേപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ വന്നിട്ട് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ മൂളുമെങ്കിൽ പോലും കണ്ണുകൾ തുറക്കാൻ പറ്റാണ്ടിരിക്കുകയും നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റാതിരിക്കുകയും പലപ്പോഴും ഓർമ്മകളിൽ തന്നെ ഉണ്ടാവില്ല. ഇതെല്ലാം തന്നെ ഷെന്ന് ഡിസ്റ്റർബൻസ് ആകുന്ന സമയത്ത് സംഭവിക്കുന്ന
ഇഷ്യൂസ് ആയിട്ടാണ് TCM പറയുന്നത്. അതേപോലെ തന്നെ ചൈനീസിൽ പിന്നെ നമ്മൾ ചൈനീസ് TCM പ്രകാരം വന്നിട്ട് പാത്തജൻസ് എന്നുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും. എന്താണ് പാത്തജൻസ് എന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു TCM, മോസ്റ്റ് ഇൽനെസ് ആർ റൂട്ടഡ് ഇൻ ദ ഡിസ്റ്റർബൻസസ് ഓഫ് ദ ഫ്ലോ ഓഫ് ചി. TCMൽ വന്നിട്ട് ഫ്ലോ ഓഫ് ചിയുടെ ഇംബാലൻസ് ആണ് ഒട്ടുമിക്ക അസുഖങ്ങൾക്കും കാരണം എന്ന് നമ്മൾ ആൾറെഡി ഇത്രയും ദിവസത്തെ മറ്റേ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. There is either an excess or deficiency of vital energy in the organ symptoms. അതായത് ഒന്നില്ലെങ്കിൽ എക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആയിരിക്കാം. അതാത് ഓർഗണിൽ ഉണ്ടാവുന്ന ചീയോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ചീയിൽ ഏതിൽ നമുക്ക് ചാനൽ സിസ്റ്റത്തിലായാലും ശരി, ഓർഗൻ സിസ്റ്റത്തിലായാലും ശരി, അതല്ലാണ്ട് നമ്മൾ കുറേ ചീസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇതിനകത്തൊക്കെ ഏത് ചീയിലും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ ഇപ്പൊ ഇത്രയും ദിവസം പറഞ്ഞതിനെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. അത് കൂടാതെ ഇനിയൊരു വാക്കുള്ളത് എന്താ വെച്ചാൽ സ്റ്റാഗ്നേഷൻ. ഈ ചീ വന്നിട്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ആകാതെ എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കപ്പെടുക. ഇപ്പൊ എക്സാമ്പിൾ വന്നിട്ട് ഒരു പുഴ പോവുകയാണെങ്കിൽ ആ പുഴയിലത്തെ വെള്ളം വന്നിട്ട് മറ്റേ എന്താ പറയുക, മനുഷ്യനിർമ്മിതി കൊണ്ടോ അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുന്ന സ്ഥലത്തിന്റെ വ്യതിയാനങ്ങൾ കൊണ്ടോ വെള്ളം ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കാന്ന് വെക്കുക. അപ്പം അതൊരു സ്റ്റാഗ്നേഷൻ ആണ്. ആ വെള്ളം വന്നിട്ട് പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും സ്റ്റാഗ്നന്റ് ആകുന്ന സമയത്ത്. അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് ചീ സ്റ്റാഗ്നേഷൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ചീ സ്റ്റാഗൻസ് ചാനൽസിലോ ഓർഗണിലോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒരു അസുഖത്തിന് കാരണമാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ നോക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ചീ ബാലൻസ്ഡ് ആണോ, അത് എക്സസോ അതല്ലെങ്കിൽ ഡെഫിഷ്യൻറ്റോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ടുമല്ല എങ്കിൽ ചീ സ്റ്റാഗ്നേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം. ഓക്കെ, ഇതെല്ലാം ഒന്നൊരു ജസ്റ്റ് ഒരു ചെറിയ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പതുക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓരോ ക്ലയന്റ് വരുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. ഈ ഡെഫിഷ്യൻസി കണ്ടീഷൻസിൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ആർ ക്യാരക്ടർഡ് ബൈ വീക്ക്നെസ് ഓഫ് ചി. ആക്ച്വലി നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഇന്ന് എനർജി കുറവാണ്, എനർജി തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്ക്നെസ് ആയിരിക്കും. നമ്മൾ അങ്ങനെ തന്നെ കമ്പയർ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഒരു ദിവസം വന്നിട്ട് ചീ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ഷീണം ഉണ്ടാവും അല്ലേ. സോ ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ആണെങ്കിൽ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത് ചീയുടെ അഭാവമാണ്, ചീ ആവശ്യത്തിനില്ല. ഓക്കെ, സോ വീക്ക്നെസ് ഓഫ് ചീ ആൻഡ് ദെർഫോർ ഇന്നാഡിക്വേറ്റ് ഫങ്ഷനിങ് ഓഫ് ദ കറസ്പോണ്ടിങ് ഓർഗൺ. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ജനറൽ ആയിട്ടുള്ള ചീയാണ് ഇല്ലാത്തതെങ്കിൽ ജനറൽ വീക്ക്നെസ് ഉണ്ടാവും. ഇതേ സമയത്ത് ഓരോ ഓർഗണിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചീ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനെ മറ്റേ ആ ഓർഗണിൽ അല്ലെങ്കിൽ മെറീഡിയനിലോ ചീ കുറയുന്നുണ്ടെങ്കിൽ ആ ഓർഗണിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ മെറീഡിയനിലുണ്ടെങ്കിൽ മെറീഡിയനിൽ വന്നിട്ട് ഫ്ലോയിന് തടസ്സം സംഭവിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ആ മെറീഡിയനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെ മെറീഡിയനിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഓട്ടോമാറ്റിക്കലി ആ ഓർഗണിനെയും ബാധിക്കും. നമ്മൾ ഈ ഡെഫിഷ്യൻസി സിൻഡ്രമിനെ പൊതുവെ ചൈനീസിൽ പറയുക XU എന്നാണ്. ഓക്കെ, അത് പക്ഷെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് ഷൂ എന്നാണ്. നിങ്ങൾ പ്രൊണൗൺസിയേഷനൊക്കെ വന്നിട്ട് ഒരിക്കൽ കൂടെ നെറ്റിൽ പോയി ഇത് ടൈപ്പ് ചെയ്തിട്ട് TCM പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നെ കേൾക്കാം. ഞാൻ പറയുന്ന സമയത്ത് ചില സമയങ്ങളിൽ ആ പ്രൊണൗൺസിയേഷൻ കുറച്ച് മാറ്റം ഉണ്ടാവും. ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ വന്നിട്ട് വീച്ചി എന്ന് പറഞ്ഞിരുന്നു. ആക്ച്വലി അത് വീച്ചി അല്ല, വേച്ചി എന്നാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ. അതേമാതിരി തന്നെ നമ്മുടെ മെഷർമെന്റ്സ് ഒക്കെ വന്നിട്ട് പൊതുവേ നമ്മൾ പറയാറുള്ളത് ചൂൺ മെഷർമെന്റ് എന്നാണ്. ശരിക്കും അത് ചൂൺ മെഷർമെന്റ് എന്നല്ല, സൂൺ എന്നാണ്. നമ്മൾ എന്താ വെച്ചാൽ പഠിച്ചു വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടേ അത് നമ്മൾ പറഞ്ഞ് ശീലമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ വരുന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് എന്നെ സ്റ്റുഡൻസ് തന്നെയാണ് കറക്റ്റ് ചെയ്ത് തരാറ്. സാർ ഇങ്ങനെയല്ലേ പറഞ്ഞ്, ഇതല്ലേ ശരിയെന്ന്. അപ്പോൾ പറയുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. ഈ ബാക്കിയുള്ളത് ഒന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് ഓർമ്മ വരുമ്പോൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ എപ്പോൾ ഞാൻ പറയുന്ന സമയത്തും ഇതൊന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കോട്ടെ. സൂൺ മെഷർമെന്റ് എന്നാണ് പറയുക, ചൂണെന്നല്ല. അതേമാതിരി XU എന്ന് എഴുതിയാലും ഷൂ എന്ന് തന്നെയാണ് ഇത് വായിക്കേണ്ടത്. അതേമാതിരി QI നിങ്ങൾക്കറിയാം, കീ എന്നാണ് നമ്മൾ വായിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചീ എന്നാണ് പറയുക. കീ എന്നുള്ളത് മറ്റേ ജപ്പാനീസ് ആണ്.
ചൈനീസിൽ ചീ എന്ന് തന്നെയാണ് പറയാം. ഇഫ് ദർ ഈസ് എ ജനറൽ വീക്ക്നെസ് ഓഫ് വൈറ്റൽ എനർജി ത്രൂ ഔട്ട് ദ എൻറ്റയർ ബോഡി, ശരീരം മുഴുവനായിട്ടുള്ള ക്ഷീണം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റേ മെനി ഡിഫറെൻറ്റ് കാർഡിനൽ സിംറ്റംസ് ഓഫ് കോർ, അതായത് നമ്മുടെ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് കുറവ് ഫീൽ ചെയ്യാണ്. എക്സാമ്പിൾ വന്നിട്ട് മുഖത്ത് വന്നിട്ട് അല്ലെങ്കിൽ ശരീരം തന്നെ ഒരു വിളർച്ച, ഓക്കെ, രക്തോട്ടം ഇല്ലാത്ത, നമ്മൾ പറയില്ല എന്താ നിന്റെ മുഖത്ത് വന്നിട്ട് രക്തോട്ടം ഇല്ലാത്ത പോലെയുണ്ട്, അല്ലെങ്കിൽ വിളർച്ച എന്ന് നമ്മൾ സാധാരണ പറയുന്നു. ഇവിടെ പാലക്കാടൻ ഭാഷയിൽ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ സൈഡിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതായത് സർക്കുലേഷൻ ബ്ലഡ് സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ലാത്ത ഒരു വിസിബിലിറ്റി, ഫേസ് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു 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 എന്താ പറയുക, വിളർച്ച തോന്നുന്നത്, അല്ലെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ. അങ്ങനെ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ലോ BP ഉണ്ടാവാം, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആക്റ്റീവായിട്ട് ചെയ്യാതിരിക്കുക, അതേമാതിരി തന്നെ കൈകളും കാലുകളും എക്സ്ട്രിമിറ്റീസ് എന്ന് പറയും. എക്സ്ട്രിമിറ്റീസ് എന്ന് പൊതുവെ പറയുന്ന സമയത്ത് കൈയിനെയും കാലിനെയും എക്സ്ട്രിമിറ്റീസ് എന്ന് പറയും. ബാക്കി നമ്മുടെ ശരീരത്തിനെ ട്രങ്ക് ഏരിയ എന്ന് പറയും. ഓക്കെ, അതിനകത്ത് അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത് കൈകളും ലോവർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത് കാലുകളുമാണ്. ഇത് പൊതുവെ TCMൽ എല്ലാവരുടെയും ഉപയോഗിക്കും. ഹാൻഡ്സ്, ഫീറ്റ് എന്നല്ല പറയുക. പൊതുവെ മറ്റേ നമ്മൾ മീൻ ചെയ്യുന്നത് കൈകൾ മാത്രമാണെങ്കിൽ അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്നും കാലുകൾ മാത്രമാണെങ്കിൽ ലോവർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയും. ജനറലായിട്ട് എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ കയ്യും കാലും. ഓക്കെ, അതേപോലെ തന്നെ തണുപ്പിന് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് പെട്ടെന്ന്, അതായത് ഒരു ചെറിയൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ചെറിയ തണുപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരം അതിന് പൊതുവെ പറയാ അവേർഷൻ ടു കോൾഡ് എന്നാ പറയാം. കോൾഡിനോട് നമുക്ക് ഒരു താതാത്മ്യം ചെയ്യാൻ പറ്റാതിരിക്കുക, അവേർഷൻ ടു കോൾഡ്. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞ ആൾറെഡി ലോ ബ്ലഡ് പ്രഷർ, അതേമാതിരി തന്നെ ഒരു ഫോക്കസ് ഇല്ലായ്മ. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു കടയിലേക്കോ എന്തെങ്കിലും വാങ്ങാൻ പോവാണ്, നമ്മൾ മൊബൈലൊന്നും ഉപയോഗിക്കുന്നില്ല, വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ സാധനം വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഉറപ്പില്ലായ്മയാണ്, നമ്മൾ എല്ലാ സാധനവും വാങ്ങിയോ. അതേമാതിരി വീട് പൂട്ടിയിട്ട് പോണു, വീട് പൂട്ടി നമ്മൾ ചെക്ക് ചെയ്താലും 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും എന്ത് തോന്നും, അത് പൂട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നത് വന്നിട്ട് ആ ഫോക്കസിങ് ഇല്ലായ്മയാണ്. ഇതെല്ലാം തന്നെ ചീ ഡെഫിഷ്യൻസിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതേമാതിരി തന്നെ പൊതുവെ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസുകൾ അത് മറ്റേ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ ഓഫീസുകളൊക്കെ ഇരുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേര് ഇരുന്ന് ഒരേ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾ നോർമലി ചെയ്യേണ്ട വർക്ക് ചെയ്യുന്നുണ്ടാവും, വേറൊരാൾക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് ഒരു പക്ഷേ മറ്റേ ഉറക്കം, പിറ്റേ ദിവസം ഉറക്കമില്ലായ്മ ആണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ദിവസം സാധാരണ ചെയ്യുന്ന വർക്കുകൾ പ്രോപ്പറായി ചെയ്യാൻ പറ്റില്ല. എന്താണ്, അപ്പോൾ ആ സമയത്ത് ആ ദിവസം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ എനർജി ഡെഫിഷ്യൻ്റ് ആണ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കത്തിലൂടെ കിട്ടുന്ന ആ റെസ്റ്റിൽ കിട്ടേണ്ട എനർജി കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് അന്നേ ദിവസം ക്ഷീണം തോന്നും. അത് അങ്ങനെ നമ്മൾ വരുന്നതിന് ഒരു അസുഖമായിട്ടല്ല കൺസിഡർ ചെയ്യുക, ഇത് റെഗുലർ ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രായമായവരിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലാക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ ലോവർ മറ്റേ അവരുടെ ആക്ടിവിറ്റീസിൻ്റെ അളവ് പതുക്കെ ഡിമിനിഷിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൂടെ ടിപ്പിക്കൽ ഇൽനെസ് ദാറ്റ് അറൈസസ് വിത്ത് ഡിസ്റ്റർബൻസ് ഇൻവോൾവിങ് ഡെഫിഷ്യൻസി ആർ ഡീജനറേറ്റീവ് ഇൽനെസ്. നമ്മൾ പറയും പലപ്പോഴും വന്നിട്ട് ബോൺ ഡീജനറേറ്റ് ആവുന്നു, അല്ലെങ്കിൽ പൊതുവെ വന്നിട്ട് അങ്ങനെ കുറേ അസുഖങ്ങൾ ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടൊക്കെ വായിക്കുന്ന സമയത്ത് ഡീജനറേഷൻ എന്നുള്ള വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കാണും. അങ്ങനെ എവിടെ ഡീജനറേഷൻ വരികയാണെങ്കിലും അതെല്ലാം തന്നെ ചീയുടെ ഡെഫിഷ്യൻ്റ് ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ടോ എക്സ്റേയോ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ഡീജനറേഷൻ എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കുക അത് ചീ ഡെഫിഷ്യൻ്റ് ആണ്. പ്രത്യേകിച്ച് പ്രായമായ ആളുകളിലാണ് ഈ ഡീജനറേഷൻസ് കൂടുതൽ ഉണ്ടാവുക. ഇപ്പം പ്രായമായ ആളുകളിലല്ല, അല്ലാത്ത ആളുകളിലും വന്നിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ മറ്റേ മെൻ്റലി ഡിപ്രസ് ആവുക, അല്ലെങ്കിൽ മെൻ്റലി ക്ലാരിറ്റി ഇല്ലായതാവുക, അതല്ലെങ്കിൽ നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതെല്ലാം തന്നെ ചീ ഡെഫിഷ്യൻസിയുടെ സിംറ്റമാണ്. ഞാൻ മനസ്സിലായോ വെറുതെ ചോദിക്കുന്നില്ല. അപ്പം മനസ്സിലായില്ല എങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. അതേമാതിരി തന്നെ ചീ ഡെഫിഷ്യൻസി കണ്ടീഷന് നമ്മൾ പറഞ്ഞു, ഷൂ എന്നാണ് പറയാന്ന് പറഞ്ഞു. അതിൻ്റെ പൊതുവെയുള്ള ഒരു എന്താ പറയുക കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീ ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് പൊതുവെ അതിന് ഇൻ കണ്ടീഷൻ എന്നാ പറയുക. അതായത് എക്സസ് ഓഫ് ഇൻ ചീ എന്ന് പറയാം. ഓക്കെ, അതായത് ഇൻ ചീ കൂടുന്ന സമയത്ത് നമുക്കറിയാം ഇന്നിൻ്റെ സ്വഭാവമാണ് എന്താണ്,
ഭാര കൂടുതൽ അല്ലെ, ഇന്നിന് യാങ്ങിനേക്കാളും ഭാരം കൂടുതലായതുകൊണ്ട് ശരീരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗണിനോ അല്ലെങ്കിൽ ഏതോ അവയവങ്ങൾക്കൊക്കെ തന്നെ ഭാര കൂടുതലാണ് നിങ്ങൾ ഫീൽ ചെയ്യണമെങ്കിൽ അത് ഇൻ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. എക്സസ് ഓഫ് ഇൻ കണ്ടീഷൻ എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത്. അതുകൂടാതെ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് പെട്ടെന്ന് ഉണ്ടാവുക, കൈകാലുകൾ തണുക്കുക അല്ലെങ്കിൽ ശരീരം തണുക്കുക, ഒരു ചെറിയ കാറ്റടിച്ച് കഴിഞ്ഞാൽ തണുത്ത കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ തലവേദനയോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെല്ലാം തന്നെ ഇൻ കണ്ടീഷൻ അല്ലെങ്കിൽ ചി ഡെഫിഷ്യൻസി സിംറ്റംസിലാണ് മെയിനായിട്ട് വരിക. അതേമാതിരി തന്നെ വിളർച്ച നമ്മൾ ആൾറെഡി കണ്ടതിനെ തന്നെ ഇതിൽ പോയിന്റഡ് ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. അൺഹെൽത്തി പെയിൽ അപ്പിയറൻസസ്, അതായത് മുഖം കാണുമ്പോഴോ മറ്റേയൊക്കെ വന്നിട്ട് നമ്മൾ എന്താ പറയുക വിളർത്തിരിക്കുക. അതെന്തുകൊണ്ടാണ്? ഇൻസഫിഷ്യൻറ്റ് ബ്ലഡ് ഫ്ലോ കൊണ്ടാണ് ഈ വിളർച്ച വരുന്നത്. അത് തന്നെയാണ് അടുത്ത പോയിന്റ് ആയിട്ടിരിക്കുന്നത്. സിംറ്റംസ് ഓഫ് കോൾഡ്നെസ് തന്നെയാണ് ഫീലിംഗ് ഓഫ് കോൾഡ്. അതായത് നല്ല ചൂടായിരിക്കും, എന്നാലും അവർക്ക് എന്തെങ്കിലും പുതച്ചിട്ടേ കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ചുരുണ്ടുകൂടിയേ ഇരിക്കുള്ളൂ, കൈകളൊക്കെ കെട്ടിയിട്ടായിരിക്കും എത്ര ചൂടുള്ള സമയത്തും ഇരിക്കുക. ഇതെല്ലാം തന്നെ ശരീരത്തിനകത്ത് തണുപ്പ് കൂടുന്നതിൻ്റെ ഒരു സിംറ്റമാണ്. അത് തന്നെയാണ് ഇൻകണ്ടീഷൻ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ മസിൽസ് ഒക്കെ വന്നിട്ട് തൂങ്ങിക്കിടക്കുക, അതിനൊരു എന്താ പറയുക ഇൻടാക്ട് ഉണ്ടാവില്ല, പിടിച്ചു നിർത്താൻ ഉണ്ടാവില്ല. ഓക്കെ. അതേമാതിരി തന്നെ ഹൈപ്പോ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ലോവർ ആക്ടിവിറ്റീസ്, അതായത് ഒരു സാധനം മര്യാദയ്ക്ക് ചെയ്യേണ്ടതിൽ നിന്നും വളരെ കുറഞ്ഞു ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ വന്നിട്ട് നമ്മൾ സാധാരണ നടന്നു പോകുന്നത് ഒരു 10 കിലോമീറ്റർ പെർ അവറിലാണ് നടക്കണമെങ്കിൽ പ്രായമായവർ നോക്കിക്കഴിഞ്ഞാൽ അതിന് വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ സ്ലോനെസ് വരിക. അത് ഓൺലി മറ്റേ ഫിസിക്കലായിട്ടുള്ള മൂവ്മെന്റിൽ മാത്രമല്ല, ഓർഗൺ ലെവലിലും തന്നെ. ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അതിന്റെ ഫങ്ഷനിൽ പ്രോപ്പറായിട്ട് വരിക. ഓക്കെ. ഇപ്പൊ ഹൈപ്പോ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ് എന്നൊക്കെ പറയുന്നത് ഒന്ന് എക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഒന്ന് ലോവർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ലോവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് സെഗ്രിഗേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ചീ സിൻഡ്രം ആണ്. ഓക്കെ. ഡിപ്രഷനിലേക്ക് വരിക അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഇഷ്യൂസ്, ഇങ്ങനെ ചീ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് പൊതുവെ ഡൾ പെയിൻ ആണ് പറയുക. അതായത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ അല്ല. ഇപ്പൊ കൈകാലൊക്കെ എപ്പോഴും ഒരു വേദനയുണ്ട്, അതിങ്ങനെ യൂസ്ഡ് ആയി എന്നൊക്കെ പറയൂലേ, അത് കുറേ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു വേദന കാലിലുണ്ടാവാം അല്ലെങ്കിൽ കയ്യിലുണ്ടാവാം അല്ലെങ്കിൽ ശരീരം മുഴുവനായിട്ടുള്ള ഡൾ പെയിൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ചീ ഡെഫിഷ്യൻസി. പ്രത്യേകിച്ച് പ്രായമായവരിൽ ചോദിക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു പെയിൻ ഉണ്ടാവും. സിവിയർ ആണോ ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് സിവിയർ, പക്ഷെ പെയിൻ ഉണ്ട്. അത് എപ്പോഴും അവിടെ ഒരു ഓർഗൻ ഉള്ളതായിട്ടും അവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്ന ഡൾ പെയിൻസ് എല്ലാം തന്നെ ചീ ഡെഫിഷ്യൻസി സിൻഡ്രത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലയൻറ്റുമായിട്ട് ഇൻട്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് അവർക്ക് തണുപ്പ്, രാവിലെ ഇത്തിരി കാറ്റത്ത് വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ തണുത്ത കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ തലവേദന വരുന്നു, തണുത്ത വെള്ളം പേരിന് സ്വല്പം തണുത്ത വെള്ളം കഴിച്ചാൽ തന്നെ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണം കഴിച്ചാൽ തന്നെ ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് ഈ ചീ ഡെഫിഷ്യൻസി. ഓക്കെ. നിങ്ങൾ ആൾറെഡി കുറച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓരോന്നിനെയും ഇത് പറയാത്തത്. ഇത് മുഴുവനും നിങ്ങൾ ഡയഗ്നോസിസിന് ഉപയോഗിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ കുറേ ദിവസമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നത്. അടുത്തത് എക്സസ് ആണ്. ഓക്കെ. എക്സസ് ഓഫ് വൈറ്റൽ എനർജി. ഈ എനർജി എക്സസ് കണ്ടീഷനെ നമ്മൾ ഷീ കണ്ടീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്നിൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ ഡെഫിഷ്യൻസ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എക്സസ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഷീ അല്ലെങ്കിൽ മറ്റേ ഡെഫിഷ്യൻ്റ് ആയപ്പോൾ ഇന്നെന്ന് പറഞ്ഞു, എക്സസ് ആകുമ്പോൾ യാങ് കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ എന്താണോ ഇന്നിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത്ര തന്നെയാണ്. ഇൻ കണ്ടീഷൻ വരും, യാങ് കണ്ടീഷൻ വരും, കോൾഡ്നെസ്സിന് വരും, ഹീറ്റ് വരും. മറ്റേ വിളർച്ച എന്ന് പറയുന്നതിന് പകരം അവിടെ എന്ത് പറയും, എക്സസ് ആയിട്ട് ബോഡിയിൽ അവിടെ ചുവന്ന് കാണുക അല്ലെങ്കിൽ റെഡിഷ്നെസ് പെട്ടെന്ന് വന്നിട്ട് അവർക്ക് മറ്റേ സർക്കുലേഷൻ കൂടുതലാവുന്നതിൻ്റെ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റേ വെളിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് പോയിട്ട് വരുമ്പോഴേക്കും ആപ്പിളിൻ്റെ കളറായിട്ട് കവിളോ അല്ലെങ്കിൽ മൂക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും തന്നെ എമോഷണലി ചെറിയൊരു മാറ്റം വരുമ്പോൾ തന്നെ അവിടെ റെഡിഷ് പാച്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ബ്ലഡ് അല്ലേ. നമ്മൾ പറയും ഒന്ന് അവരെ ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് മിടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പുറത്ത് വരും. അത്ര ഇതിലാണെന്ന് പറയുന്നതൊക്കെ ആക്ച്വലി അതൊരു അസുഖമാണ്, അത് യാങ് കണ്ടീഷനിൽ വരുന്നതാണ്. അതേമാതിരി തന്നെ അവർക്ക് എപ്പോഴും ചൂട് കൂടുതലായിരിക്കും.
എപ്പോഴും അങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വന്നിട്ട് എവിടെ പോവുകയാണെങ്കിലും ഇരിക്കുമ്പോഴും നമ്മളൊക്കെ നോർമലി ഇരിക്കുന്ന സമയത്ത് പോലും അവർ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകൊണ്ട് മുഖത്ത് വീശി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായു കൊണ്ട് ശരീരത്തിനകത്തേക്ക് ഊതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിംറ്റം. അത് ആക്ച്വലി പലപ്പോഴും അഭിനയമല്ല, അത് അവർക്ക് ആ ഹോട്ട്നെസ് ഫീൽ ചെയ്യുന്നതാണ്, യാങ് കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും അവരുടെ മൂവ്മെന്റ്സും മറ്റുമൊക്കെ വന്നിട്ട് സാധാരണ ആൾക്കാരിലേക്കാളും പെട്ടെന്ന് എന്താ പറയുക, നമ്മളിവിടെ ഹൈപ്പോ എന്ന് പറയുന്നതിന് ഹൈപ്പർ വരും. ഓക്കെ, സോ എന്നാലും നമ്മൾ സബ്ജക്റ്റ് വൈസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്ലൈഡ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നേരെ ഡെഫിഷ്യൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എക്സസ് കൺസേണിൽ കൺസേൺ ചെയ്യേണ്ടത്. നമ്മൾ ഷൂ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഷീ എന്ന് പറയും. അതേമാതിരി ഇൻ കണ്ടീഷൻ എന്നുള്ളതിന് യാങ് കണ്ടീഷൻ എന്ന് പറയും. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ എക്സസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്, ശരീരത്തിനകത്ത് ബ്ലഡോ അതല്ലെങ്കിൽ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് കൂടുതലായിട്ടുണ്ടാവുക. അതേമാതിരി തന്നെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ എമോഷണൽ ചേഞ്ച് ആവാം, ക്ലൈമറ്റ് ചേഞ്ച് ആവാം. ശരീരത്തിൽ പ്രത്യേകിച്ച് ഫേസിലാണെങ്കിൽ നമ്മൾ കൂടുതൽ കാണുക, അല്ലെങ്കിൽ സ്കിന്നിൽ റെഡിഷ്നെസ് വരികയാണെങ്കിൽ അതെല്ലാം തന്നെ എക്സസ് കണ്ടീഷനാണ്. അതേമാതിരി തന്നെ ഷൂട്ടിംഗ് പെയിൻ ആയിരിക്കും. അത് വന്നിട്ട് ലോങ് ടേം ആയിരിക്കില്ല, പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് പെയിൻ ആണ് അതിൻ്റെ. മറ്റേത് നമ്മൾ ഡൾ പെയിൻ ആണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഉളുക്കൽ ഉണ്ടാവുന്നത്, ഇപ്പോൾ ഉളുക്കുന്ന സമയത്തൊക്കെ കാലൊക്കെ പെട്ടെന്ന് ഉളുക്കുക, ആ ഉളുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. ഈവൻ ക്രാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് പോലും എക്സസ് കണ്ടീഷനിലാണ് ശരിക്കും നമ്മൾ TCM പ്രകാരം എടുക്കേണ്ടത്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുക, പക്ഷെ ഒരു ഭാഗത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റാതിരിക്കുക. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റം വലിയ ആളുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അവർക്ക് ശരിക്കും ഇരിക്കാൻ പറ്റത്തില്ല. അതേമാതിരി തന്നെ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും നമ്മൾ ഇരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു പോകും. അതായത് ഒരു ഭാഗത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക, അവർക്കൊരു അൺഈസിനെസ് എപ്പോഴും ശരീരത്തിനകത്ത് ഉണ്ടാവും. ഇതെല്ലാം വന്നിട്ട് ഈ ചി എക്സസ് ആണ്, അല്ലെങ്കിൽ വൈറ്റൽ എനർജിയുടെ എക്സസ് ആണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഇറിറ്റേഷൻ ആവും, നെർവസ്നെസ്, ഇതെല്ലാം ഒരേ അത് തന്നെയാണ്. ആൻഡ് ഓവർ എക്സൈറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ അവർക്ക് വന്നിട്ട് എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും, ആൻസൈറ്റി കൂടുതലാണ്. ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും. ഒരു സാധനം വാങ്ങുന്നു, സ്ഥിരം വാങ്ങുന്ന സാധനമായിരിക്കും, എപ്പോഴും വാങ്ങുന്നത് തന്നെ ആയിരിക്കും. അതൊരു എന്താ പറയുക, ഓൺലൈനിൽ വരികയാണെങ്കിൽ അന്നേ ദിവസം മുഴുവൻ അത് വരുന്നത് വരെ അവർക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാവും. വീട്ടിലേക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, വന്നോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. ഇതെല്ലാം തന്നെ ഇത് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇങ്ങനെയുള്ള ഏത് രീതിയിലാണെങ്കിലും ഓവർ എക്സൈറ്റ്മെന്റ്, നെർവസ്നെസ്, ഒരു ഭാഗത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റാതിരിക്കുക, ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ പോലും അവർക്ക് നെർവസ്നെസ് വരികയാണ്, ഇതെല്ലാം തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എക്സസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന പെയിൻസ് എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇടിക്കും എവിടെയെങ്കിലും. അപ്പൊ അതൊക്കെ ഡൾ പെയിൻ ആയിരിക്കില്ലല്ലോ, സിവിയർ ആയിട്ട് പെയിൻ ആയിരിക്കും. ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാല് ക്രാംസ് ഉണ്ടാവാം, ഇങ്ങനെ ഷൂട്ടപ്പ് ആവുന്നു. ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഈ കമ്പാരിസൺ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാം ആരെങ്കിലും പറഞ്ഞു തരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചു തരണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പൊതുവെ ഹൈപ്പർ ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും നടക്കുന്ന സമയത്തും മറ്റുമൊക്കെ വന്നിട്ട് വീഴ്ചകളും കൂടുതലായിരിക്കും, എവിടെയെങ്കിലും ഇടിക്കുന്നതൊക്കെ കൂടുതലായിരിക്കും. അതെല്ലാം തന്നെ ഷൂട്ടിംഗ് പെയിൻ ആണ്. അപ്പൊ ഇത് സെപ്പറേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇവർ എക്സസ് ആണോ ഷോർട്ടേജ് ആണോ. ഒരാളടുത്ത് വന്നിട്ട് പാലക്കാട് വരെ പോകുമെന്ന് പറയുമ്പോഴേക്കും പോയിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സാധനം പറയുമ്പോഴേക്കും വണ്ടി എടുത്ത് പോകാൻ നിൽക്കും, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 4-5 കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ 4-5 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും ലെവൽ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും ഒരു ഭാഗത്ത് ഒരുങ്ങി മിണ്ടാതിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കുറവുള്ള കുട്ടിയാണ്. അതേ സമയത്ത് വിളിക്കുമ്പോഴേക്കും ഓടിച്ചാടി ലാസ്റ്റ് ബെഞ്ചാണെങ്കിൽ കൂടി ഫസ്റ്റിലത്തെ കുട്ടികൾ വരുമ്പോഴേക്കും തന്നെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിനകത്ത് ആരാണോ എക്സസ് ആരാണ് ഡെഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊക്കെ ക്ലയന്റ് വരുന്ന സമയത്ത്, നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത്, അവർ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, അവർ നടന്നു വരുന്ന സമയത്ത്, ഒരു ക്ലയന്റിന്റെ ഒപ്പം വരികയാണ്, ആ ക്ലയന്റിന്റെ കൂടെ ഇനി ഒരാളും കൂടെ വരികയെന്ന് വെക്കാം. കൂടെ വരുന്ന ആളെക്കാളും മുമ്പിൽ ചിലപ്പോൾ ക്ലയന്റ് കയറി വരും, നമ്മൾ വിചാരിക്കും പിന്നാലെ വരുന്ന ആളായിരിക്കും ക്ലയന്റ് എന്ന്, ഇല്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്സസ് ആണെന്നുള്ളത്. ചിലപ്പോൾ കൂടെ വന്ന ആൾ വന്നിരുന്നു കഴിഞ്ഞാലും മറ്റേ അവർ എത്തിയിട്ടുണ്ടാവില്ല, അപ്പൊ അതൊക്കെ ആടിയോ അല്ലെങ്കിൽ ഒക്കെ വരുന്ന സമയത്ത് അതെല്ലാം തന്നെ ഡെഫിഷ്യൻസ് ആണ്. അതെന്ത് വേദന കൊണ്ടാണെങ്കിലും ശരി.
ഓക്കെ, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടോ ഒക്കെ ഉള്ളതല്ലാത്ത കേസസിൽ, നോർമൽ കേസിലൊക്കെ നമുക്കിങ്ങനെ ഈ പറയുന്ന ചി ഡെഫിഷ്യൻസി ആണോ എക്സസ് ആണോ എന്നുള്ളതൊക്കെ വന്നിട്ട് ജസ്റ്റ് നമുക്ക് ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ആൻസൈറ്റി ഉള്ളവരാണോ, എക്സസ് ആയിട്ട് സംസാരിക്കുന്നവരാണോ, പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്നവരാണോ. ഇതെല്ലാം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇത് എക്സസ് ആണോ ഡെഫിഷ്യൻ്റ് ആണോ. ഓക്കെ, നമ്മൾ അപ്പോഴത്തെ ചാർട്ട് തന്നെയാണ്, അതിന് നമ്മൾ മാറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ എക്സസ് കണ്ടീഷനിലാവുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന് ഷീ കണ്ടീഷൻസ് എന്നാണ് പറയുക. യാങ് കണ്ടീഷനാണ്. ഡെഫിഷ്യൻസിയിലാണെങ്കിൽ ഇന്നായിരുന്നു. സിംറ്റംസ് ഓഫ് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഹീറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് കണ്ടീഷനിൽ കണക്കാക്കാം. ശരീരം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉഷ്ണിക്കുന്നുണ്ടെങ്കിൽ അതും എക്സസ് കണ്ടീഷനിൽ തന്നെയാണ്. റെഡ് ആൻഡ് ഹോട്ട് അപ്പിയറൻസസ്, ഫ്ലഷിംഗ് എന്ന് പറയും. അതായത് മുഖത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഡ് അപ്പിയറൻസ് ആണ് വരുന്നത്. ജസ്റ്റ് ഒരു ക്ലൈമറ്റ് ചേഞ്ചസിൽ, അല്ലെങ്കിൽ മറ്റേ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 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 2 കിലോ ബാഗോ അല്ലെങ്കിൽ 1 കിലോ ചെറിയൊരു ബാഗ് വന്നിട്ട് നിങ്ങൾ തോളിലിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നടന്നിട്ട് വരുമ്പോഴേക്കും തന്നെ അവിടെ റെഡിഷ്നെസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ എക്സസ് പാറ്റേണിലാണ് വരുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ എക്സസ് ഫ്ലൂയിഡ്, 2-3 തന്നെ ഫ്ലഷിംഗ് ആൻഡ് കേട്ടോ. ഫുൾനെസ് ഫീൽ ചെയ്യുക, എപ്പോഴും വന്നിട്ട് മറ്റേ ഗ്യാസ് വല്ല വെള്ളം നിറഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഫുൾനെസ് ഫീൽ ചെയ്യുക, ചെസ്റ്റിലോ മറ്റൊക്കെ ആണെങ്കിൽ തന്നെ അത് എക്സസ് കണ്ടീഷനാണ്. ശരീരത്തിനകത്ത് ഫ്ലൂയിഡ്സ്, അതായത് നീരായിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റേ ചില കാര്യങ്ങൾ പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ ഡീപ്പായി പോകുമ്പോൾ പിന്നെ ഇപ്പം ഇന്നും യാങ്ങും ഞാൻ പറഞ്ഞല്ലോ, സ്ഥായിയായി ഒന്നല്ല, ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ചില സിംറ്റംസ് വന്നിട്ട് ഒന്നുകൂടെ ചെറുതായിട്ട് മാറ്റം വരും. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതേമാതിരി തന്നെ എപ്പോഴും ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സസ് കണ്ടീഷൻസ് ആണ്. അതേമാതിരി തന്നെ മസിൽസ് ഒക്കെ സ്റ്റിഫാണ്. അതേമാതിരി തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻ, അതായത് മസിൽസിൽ വന്നിട്ട് പെയിൻ വരുന്നു, ഡൾ പെയിൻ അല്ല, ഷാർപ്പ് പെയിൻ. അതേപോലെ തന്നെ മസിൽസ് ഒക്കെ ടെൻസ് ആണെങ്കിൽ, ടൈറ്റ് ആയിട്ടാണുള്ളതെങ്കിൽ, സ്റ്റിഫ്നെസ് ആണുള്ളതെങ്കിൽ, ഇതെല്ലാം തന്നെ എക്സസ് കണ്ടീഷനാണ്. അതേമാതിരി അവരുടെ ആക്ടിവിറ്റീസ് പൊതുവെ ഹൈപ്പർ ഫങ്ഷൻ ആയിരിക്കും. അത് ഓർഗണിലാണെങ്കിൽ ആ ഓർഗൺ എക്സസ് ആയിട്ട് വർക്ക് ചെയ്യും. ശരീരത്തിന് മൊത്തത്തിലുള്ള ചീലാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിൽ നമുക്കത് റിസംബ്ലൻസ് ആവും. അതായത് മറ്റേ അതേമാതിരി തന്നെ ദേഷ്യം. ഓക്കെ, അതായത് മറ്റേ നോർമലി എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുന്ന ദേഷ്യത്തിനേക്കാളും എക്സസ് ആയിട്ട് ഇറിറ്റേഷൻ കാണിക്കുക, എക്സസ് ആയിട്ട് ദേഷ്യം കാണിക്കുക, ഇതെല്ലാം തന്നെ അവിടെ തന്നെ നമ്മൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ എക്സസ് ഉപയോഗിച്ചു അല്ലേ. സാധാരണ ഒരാൾക്ക് ഒരു സംഭവം കണ്ടാൽ ദേഷ്യം വരുന്നതിനേക്കാളും കൂടുതൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് എക്സസ് കണ്ടീഷൻ. നോർമലി ഒരു ഇറിറ്റേഷൻ വരുന്നു, ഇപ്പോൾ ഉഷ്ണകാലമാണ്, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഉഷ്ണിച്ചിരിക്കുന്ന സമയത്ത് തൊടുന്നത് ഇറിറ്റേഷൻ ആവും. പക്ഷെ നോർമലിനേക്കാളും അബ്നോർമലായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കാണുമെങ്കിൽ അതെല്ലാം എക്സസ് കണ്ടീഷനിലായിട്ട് വരും. അതേമാതിരി അക്യൂട്ട് പെയിൻസ് ആയിരിക്കും, പെട്ടെന്ന് ഉണ്ടാവുന്ന പെയിൻസ് ആയിരിക്കും, ലോങ് ടേം ആയിരിക്കില്ല. അതേമാതിരി തന്നെ ഷാർപ്പ് പെയിനും ആയിരിക്കും ഈ ഇതിൻ്റെയൊക്കെ സിംറ്റം ഉണ്ടാകുന്നത്. ഓക്കെ, വെൻ ദ വൈറ്റൽ എനർജി ഈസ് സ്റ്റാഗ്നേറ്റഡ്, നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞ വാക്കും കൂടി ഉപയോഗിക്കും. ഇത് നമുക്ക് ഇൻഡെപ്തായിട്ട് ഇനിയും കൂടെ നമുക്ക് മറ്റേ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇപ്പം നമ്മൾ പുഴ ഒഴുകുന്ന സമയത്ത് വെള്ളം എവിടെയെങ്കിലും കെട്ടി നിൽക്കുകയാണെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. ഓക്കെ, അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ്സ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എനർജി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 എണ്ണം ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ബ്ലോക്കേജ് ഉണ്ടാവാം, സ്റ്റാഗ്നേഷൻസ് ഉണ്ടാകും. ഓക്കെ, അതൊന്ന് തടസ്സം, പ്രോപ്പറായിട്ട് ഒഴുകാൻ പറ്റാതെ വരുന്ന തടസ്സം. ഫോർ എക്സാമ്പിൾ വെരിക്കോസ് വെയിൻ സ്റ്റാഗ്നേഷനിൽ വരുന്ന കാര്യമാണ്. ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവുന്നു, ഇതെല്ലാം തന്നെ സ്റ്റാഗ്നേഷൻസ് ആണ്. ഓക്കെ, അതൊക്കെ സിവിയർ ആയിട്ടായിരിക്കും അതിൻ്റെ വേദനയും വന്നിട്ട് അക്യൂട്ടും ആയിരിക്കും, സിവിയർ പെയിനും ആയിരിക്കും. ഓക്കെ, ഓർ ബ്ലോക്ക്ഡ് ദ ഫ്ലോ ഓഫ് ചി ഈസ് ഡിസ്റ്റർബ്ഡ്, ബ്ലോക്കേജ് കൊണ്ട് ചിയുടെ സർക്കുലേഷൻ തടസ്സപ്പെടുക. പ്രൈമറി ഇൻ ദ പെരിഫറൽ ആൻഡ് സൂപ്പർഫിഷ്യൽ ഏരിയാസ് ഓഫ് ദ ബോഡി. ഇത് നോർമലി ആദ്യം ഉണ്ടാവുക സൂപ്പർഫിഷ്യലാണ്, അതായത് സ്കിന്നിനോട് അടുത്ത സ്ഥലങ്ങളിലാണ് ഇത് ആദ്യം ഉണ്ടാവുക, എന്നിട്ട് അകത്തേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ വെരിക്കോസ് വെയിൻ വന്നിട്ട് വിസിബിളി വന്നിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇന്റേണൽ വെരിക്കോസിനേക്കാളും കൂടുതൽ എക്സ്റ്റേണൽ വെരിക്കോഷൻസ് ആണ് ഉണ്ടാവുക. അത് നമുക്ക് പുറത്ത് തന്നെ കാണിക്കും, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇതിലാണ് ഉണ്ടാവും. ദ മെയിൻ സിംറ്റം ഓഫ് സ്റ്റാഗ്നേഷൻ ഓർ ബ്ലോക്കേജ് ഈസ് പെയിൻ.
പ്രധാനമായിട്ട് സ്റ്റാഗ്നേഷൻ വന്നു കഴിഞ്ഞാൽ പെയിനാണ് ഫസ്റ്റ് സിംറ്റം ഉണ്ടാവുക. ദ യൂഷ്വൽ റിസൾട്ട് ഓഫ് ദിസ് സ്റ്റാഗ്നേഷൻ ഈസ് വൈറ്റൽ എനർജി ഈസ് കാൾഡ് ചീഷി. അതായത് ഈ സ്റ്റാഗ്നേഷനെ പൊതുവെ ചൈനീസ് ടെർമിനോളജിയിൽ ചീഷി എന്ന് പറയും. അതായത് ചീ സ്റ്റാഗ്നൻ്റ് ആവുക. ZHI എന്നുള്ളത് സ്റ്റാഗ്നേഷൻ, മറ്റേ നമുക്ക് ചീ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി യൂസ് ചെയ്യുന്ന ചീ തന്നെയാണ്. അതേമാതിരി സാങ് ആൻഡ് ഈസ് സ്റ്റേറ്റ് ഓഫ് എക്സസിനെ ഷാങ് എന്ന് വേണമെങ്കിലും പറയാം. ഇൻഅപ്രോപ്രിയേറ്റ്ലി ഹൈ മസിൽ ടോൺ, മസിൽ പെയിൻസ്, ക്രോണിക് മസിൽ പെയിൻ കണ്ടീഷൻസ്, ഇതെല്ലാം തന്നെ സ്റ്റാഗ്നേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് മസിൽ നമ്മൾ തൊടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം പെയിൻ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മസിൽസിന് വന്നിട്ട് നമ്മൾ സുജോക്കിലും മറ്റുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ഥലത്ത് വന്നിട്ട് നമുക്കൊരു തടുപ്പോ അല്ലെങ്കിൽ ഒരു ബോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. റിഫ്ലക്സോളജി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാക്രത്തിൻ്റെ ഫസ്റ്റ് നോച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കും അവിടെ ചെറിയൊരു മസിലിൻ്റെ ബോൾ കാണാൻ പറ്റും. അതായത് ഈ നമ്മുടെ മസിൽസ് നോർമലി ഉള്ളതിന് പകരം ഏതെങ്കിലും ഒരു ഭാഗത്ത് സയാറ്റിക്ക പെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മറ്റേ നമ്മുടെ UB58 ആ പരിസരത്ത് വരുന്ന സൈഡിൽ മസിൽസ് തൊടുമ്പോൾ തന്നെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാവും. അതേമാതിരി തന്നെ ഷോൾഡർ പെയിൻ ഉള്ളവർക്കൊക്കെ വന്നിട്ട് നമ്മൾ ബൈസപ്പ് മസിൽസിന്റെ സൈഡിൽ ഒരു ബൾജിങ് കാണാൻ പറ്റും. അപ്പം മസിൽ ടോണിന് അവിടെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഹൈ മസിൽ ടോൺ, അവിടെ സാധാരണ ഉള്ള മസിൽസിനേക്കാളും ഹൈ മസിൽ ടോൺ കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ ഹൈ മസിൽ ടോൺ എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രിഗർ പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. ട്രിഗർ അക്യുപഞ്ചർ എന്ന് പറയും. അക്യുപഞ്ചറിൽ തന്നെ TCM ബേസ്ഡ് ആയിട്ടുള്ള മെറീഡിയൻ സിസ്റ്റത്തിൽ ബേസ് ചെയ്തിട്ടും അതല്ലാണ്ട് മോഡേൺ ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ വന്നിട്ട് ഡ്രൈ നീഡ്ലിംഗ് അല്ലെങ്കിൽ ട്രിഗർ നീഡ്ലിംഗ് എന്ന് പറയും. അത് വന്നിട്ട് മെറീഡിയനായിട്ടൊന്നും ബന്ധമില്ല. ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറയുന്നത് തന്നെ സെപ്പറേറ്റ് വിഭാഗമാണ്. അത് ആക്ച്വലി മെറീഡിയനുമായിട്ടൊന്നും ബന്ധമില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ ഷോൾഡറിൽ പെയിൻ വന്നു, ഒരു ഫ്രോഷൻ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ അത് പ്രൈമ ഫൈസി റിസംബ്ലൻസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. PNST ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് നമുക്ക് ഫിസിക്കലായി കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഷോൾഡറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ L1, L2, L3, L4 പരിസരത്തായിട്ട് ഒരു മസിൽ ബൾജിങ് കാണും. ഓക്കെ, അതാണ് ഈ ഹൈ മസിൽ ടോൺ. അതേമാതിരി ആ മസിലിന് നിങ്ങൾ ഒന്നിത്തിരി അമർത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെയിനും കാണാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ ഇത് ക്രോണിക് ആയിട്ട് മാറും. അങ്ങനെയാണ് സമയത്ത് കുറേ കാലങ്ങളായിട്ടുള്ള പെയിനായിട്ടും ഇത് മാറും. ഇതൊക്കെ സ്റ്റാഗ്നേഷൻ്റെ പാർട്ടാണ്. ഓക്കെ, അതേമാതിരി തന്നെ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് വരും സ്റ്റാഗ്നേഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ആരും ഒന്നും ചോദിക്കാത്തതുകൊണ്ട് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകണം. എ സ്റ്റാഗ്നേഷൻ ഈസ് ഓഫൺ പ്രസന്റ് ഇൻ ഹെഡ് ഏക്ക്. പൊതുവേ വന്നിട്ട് തലവേദനകളൊക്കെ വന്നിട്ട് സ്റ്റാഗ്നൻ്റ് ആകുമ്പോഴും വരും. അതിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, മോഷൻ ശരിക്കും പോയില്ല എങ്കിൽ, സാധാരണ ദിവസം രാവിലെ പോകുന്ന ഒരാളാണ്, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മോഷൻ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന വരും അല്ലേ? എന്തുകൊണ്ടാണ് വന്നത്? അവിടെ സ്റ്റാഗ്നൻ്റ് ആയി, ടോക്സിക് സ്റ്റാഗ്നൻ്റ് ആയതുകൊണ്ട് എനർജി സർക്കുലേഷൻ ഇംപ്രോപ്പറായി, അതുകൊണ്ട് വരുന്ന തലവേദന. ഓക്കെ, ടുഗദർ വിത്ത് ദ എക്സസ് ഓഫ് ചി ലീഡിങ് ടു ഫീലിംഗ് ഓഫ് ടെൻഷൻ ആൻഡ് അക്യൂട്ട് പെയിൻ. അതുകൊണ്ട് എക്സസ് ചി ക്രിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനും കൂടും, അക്യൂട്ട് പെയിനും വരും. ഇതെല്ലാം സ്റ്റാഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഭാഗത്ത് സ്റ്റാഗ്നൻ്റ് ആകുമ്പോൾ വേറൊരു ഭാഗത്ത് അതിൻ്റെ ചി പ്രഷറും വരും. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ ചി ഡെഫിഷ്യൻസും എക്സസും ബാലൻസ്ഡ് ആയാൽ ശരിക്കും സ്റ്റാഗ്നേഷൻ വരാൻ പാടില്ല. എപ്പോഴാണ് സ്റ്റാഗ്നേഷൻ വരിക എന്ന് പറയുമ്പോൾ ദ ഫ്ലോ ഓഫ് ചി തടസ്സം വരുമ്പോഴാണ്. അപ്പോൾ ചി ഹെൽത്തി ആണെങ്കിൽ ശരിക്കും സ്റ്റാഗ്നേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നാലും ചില കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കുക, മറ്റേ TCM പോകുന്ന സമയത്ത് കുറേയേറെ, ഇപ്പോൾ തലവേദനയ്ക്ക് തന്നെ കുറേ പോയിന്റ്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റ് ഉപയോഗിച്ച് നിങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നില്ലേ? മറ്റേ മൾട്ടി നീഡിലും സിംഗിൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് തന്നെ പല കേസസിലും സിംഗിൾ നീഡിൽ നിറയെ റിസൾട്ട് കിട്ടാറുണ്ട്, പല കേസിൽ മൾട്ടിപ്പിൾ നീഡിലാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സിംഗിൾ നീഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോയിന്റ് അക്യുറസി പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരെണ്ണം തന്നെ മതിയാവും. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളല്ല സിംഗിളും മൾട്ടി.
അപ്രോച്ചിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതേ ക്ലാസ് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ പറയുന്നതും അല്ലെങ്കിൽ ഈ നിങ്ങളോട് ഈ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്ന വേരിയേഷൻസ് ആണ്. രണ്ടും വേറെ വേറെയല്ല. TCM നിന്നും തന്നെയാണ് സിംഗിൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ ഇപ്പം മറ്റേ എന്താ പറയുക, ഇത്രയും വലിയൊരു സബ്ജക്റ്റിനെ ചെറുതാക്കി വരുന്നു. നിങ്ങൾ അത് കഴിഞ്ഞ് സുജോക്കിലേക്ക് പോകുന്ന സമയത്ത് ബോഡി അക്യുപഞ്ചറിനെ മുഴുവനും കയ്യിലേക്ക് കൊണ്ടുവരുന്നു. അതിലും മെറീഡിയൻ സിസ്റ്റവും ഓർഗൻ സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ മറ്റേ ചെറിയ പാത്തിൽ ചെയ്യുമ്പോഴും ഈ ബോഡീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഇല്ലേ? അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്നിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. പക്ഷെ ഒരു വലിയൊരു സബ്ജക്റ്റിൽ നിന്നാണ് ഈ ചെറുത് കൊണ്ടുവരുന്നത്. അപ്പം വലുത് വായിക്കുന്ന സമയത്ത് പൊതുവെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സുജോക്ക് പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ബോഡി അക്യുപഞ്ചറിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്താ വെച്ചാൽ സുജോക്ക് എന്ന് പറയുന്നത് ചെറിയ പ്രതലം ആയതുകൊണ്ട് അതിൻ്റെ വിസിബിലിറ്റിയും യൂട്ടിലൈസേഷൻ ബോഡിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. അപ്പോൾ എളുപ്പമുള്ള ഒരു സിസ്റ്റം പഠിച്ചതുകൊണ്ട് ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കാൻ കുറച്ചൊരു സമയമെടുക്കും. അതേമാതിരി തന്നെ മൾട്ടി പഠിച്ച ആളുകൾക്ക് സിംഗിൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം വലിയൊരു സാധനം പഠിച്ചിട്ട് ഒരു കുഞ്ഞ് മറ്റേ ഇതിൻ്റെ തന്നെ കണ്ടന്റിലേക്ക് വരുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. നിങ്ങൾ ആൾറെഡി കണ്ടന്റ് മനസ്സിലാക്കിയത് കൊണ്ട് കുറച്ചുകൂടി കംഫർട്ടബിളായി ഇരുന്നതും കൊണ്ട് TCMലേക്ക് വരുമ്പോൾ ചെറിയ ചില കൺഫ്യൂഷൻസ് വരും. ഒന്നുമില്ല, ഇതിപ്പോൾ നിങ്ങൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്ലൈഡ്സ് വായിക്കുക, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞാണല്ലോ അല്ലേ? ഓക്കെ, നമ്മളിതിപ്പോൾ എടുക്കണോ അതോ അടുത്ത ക്ലാസ്സിലേക്ക് ആക്കിയാൽ മതിയോ? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോസ് ഓഫ് ഇൽനെസ്, അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയും നേരം നമ്മൾ ചീടെ മാത്രമാണ് പഠിച്ചത് ഒരു അസുഖ കാരണമായിട്ട്. അതല്ലാതെ തന്നെ നമുക്ക് 5 എലമെന്റിൽ വരുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഇന്റേണൽ ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള പാത്തോജൻസ് എന്ന് പറയും. അതായത് വൈറലോ അല്ലെങ്കിൽ ക്ലൈമറ്റിക്കൽ ചേഞ്ചോ കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ്. നമുക്ക് തോന്നുന്നു ഇത് അടുത്ത പ്രാവശ്യം വെക്കാന്ന് അല്ലേ? ആൾക്കാർക്ക് കുറവുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇനി ഒരു 5-6 സ്ലൈഡ് എടുക്കാൻ സമയമുണ്ട്. 8:40 ആയിട്ടേ ഉള്ളൂ. എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കാം. ഇരിക്കുന്നവരെയും കൺസിഡർ ചെയ്യണമല്ലോ. നിങ്ങളുടെ ഓക്കെ, ഒരു 2-3 സ്ലൈഡും കൂടെ പോട്ടെ. ഓക്കെ, അതായത് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് നമുക്ക് ചീനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പഠിച്ചത്. മറ്റേ രോഗം ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ ചീയാണെന്ന് മാത്രം പഠിച്ചു. ആ ചീയിൽ വരുന്ന ഡെഫിഷ്യൻസി, എക്സസ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നതെന്ന് പഠിച്ചു. ഇനി കുറച്ചുകൂടെ ഡെപ്തായിട്ട് നോക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഫിസിക്സും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ പേജിൽ ഒരു നിയമം പഠിക്കും, ഏതെങ്കിലും ഒരു ലോ പഠിക്കും. അടുത്ത പേജിൽ പറയും ഇത് ആദ്യത്തെ ലോ ആണ്, ഇപ്പോൾ കുറച്ചുകൂടെ ഇതിനെ ഓവർകം ചെയ്ത് കുറച്ചുകൂടെ നല്ലൊരു ഡെഫിനിഷനായിട്ട് ഇതാണെന്ന് പഠിച്ച് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വേറൊന്ന് പറയും. അതേമാതിരി തന്നെയാണ് നമ്മൾ ഡെപ്തായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഈ എക്സ്റ്റേണലി ഉള്ള ചില കാര്യങ്ങൾ കൂടെ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ച്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച വാക്കാണ് ക്ലൈമറ്റിക്. നമ്മുടെ ശരീരത്തിനെ വളരെ ഏറെ ബാധിക്കും. അത് പലപ്പോഴും വീക്ക്നെസ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അപ്പോഴും ചീയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഒരു തണുപ്പത്ത് പോയിട്ട് വരുമ്പോഴേക്കും മറ്റേ തലവേദനിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചീ ഇംബാലൻസ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതും കൂടെ അറിയണം. ഇത് വെളിയിൽ നിന്ന് വന്നതാണോ, ക്ലൈമറ്റിക്കിൽ കൊണ്ടുവന്നതാണോ, അതല്ല നോർമലി വന്നതാണോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പം അതെന്തൊക്കെയാണ് ഈ ചീനെ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്? അത് മെറീഡിയനിലെ ചീല് ഉണ്ടാക്കും, ബോഡിയിലും ഉണ്ടാക്കും, ഓർഗണിലും ഉണ്ടാക്കും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റിക്കലി നമുക്ക് വരാവുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്. ഒന്ന് ചൂട് അല്ലേ? ഈ സമയത്ത് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് പല ആളുകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ വേർപ്പ് കുരുവായിരിക്കാം, ശരീരത്തിന് മുഴുവനും കുരുക്കൾ ഉണ്ടാവും. ചിലർക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കരമായിട്ട് വെള്ളദാഹമായിരിക്കും. അങ്ങനെ പല സിംറ്റവും നമുക്ക് ഈ ഹീറ്റ് കൊണ്ട് വരും. അതേമാതിരി തന്നെ കോൾഡ്നെസ് കൊണ്ട് നമുക്ക് നിറയെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതേമാതിരി കാറ്റ് കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതുകൂടാതെ ഡാംപ്നെസ് എന്ന് പറയും. ഡാംപ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് സ്റ്റാഗ്നേഷൻ പോലെ തന്നെയാണ്. അതായത് ശരീരത്തിനകത്ത് ഏതെങ്കിലും ഫ്ലൂയിഡ്
സർക്കുലേഷൻ എവിടെയെങ്കിലും തടഞ്ഞിട്ട് സ്റ്റാഗ്നന്റ് ആവുന്ന കണ്ടീഷൻ. അതേമാതിരി തന്നെ കാറ്റ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹീറ്റ്, കോൾഡ്, ഡ്രൈനസ്, ഡാമ്പ്, വിൻഡ് 5 പറഞ്ഞു. ഈ 5 സെപ്പറേറ്റ് ആയിട്ടും അസുഖ കാരണമാക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ. എക്സാമ്പിൾ വന്നിട്ട് രാവിലെ മഞ്ഞുണ്ട്, പക്ഷെ എനിക്ക് വീട്ടിലൊന്നും ഇരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ 2 വീലറിൽ ഞാൻ കാറ്റ് കൊണ്ടിട്ട് തണുത്ത കാറ്റും കൂടെ കൊണ്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം നല്ല ചൂടാണ്, ഞാൻ ഫാൻ ഇല്ലെങ്കിലും അത്യാവശ്യം വീട്ടിലൊക്കെ ഇരിക്കും. പക്ഷെ കാറ്റത്ത് 2 വീലറിൽ ചൂടുള്ള സമയത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ ഹീറ്റും ഒരാൾക്ക് കോൾഡും എഫക്റ്റായി. എങ്ങനെ എഫക്റ്റായി? അത് വിൻഡിന്റെ കൂടെ വന്ന സമയത്ത് എഫക്റ്റായി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. സോ ഒന്നില്ലെങ്കിൽ ഈ മറ്റേ 5 ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ഇൻഡിവിജ്വലിയും ബാധിക്കും, ചിലപ്പോൾ കോമ്പിനേഷനിലും ബാധിക്കും. ഓക്കെ. The external cause of illness are traditionally believed to affect the peripheral region and the superficial layers of the body first, particularly when the normal protective function of chi is inadequate. നമ്മളുടെ പ്രതിരോധ ശക്തി സഫീഷ്യൻ്റ് ആയിട്ടില്ല എങ്കിൽ, വേച്ചി നമ്മൾ പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ടില്ലെങ്കിൽ, ഈ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിൽ വരുന്ന ഇഷ്യൂസ് ആദ്യം എഫക്റ്റ് ചെയ്യുക. നമ്മൾ TCMൽ പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ളത് കനോപ്പി ഓഫ് ദ ഓർഗൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെയാണ് പറയുക. അത് സൂപ്പർഫിഷ്യലി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒന്നില്ലെങ്കിൽ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ബുദ്ധിമുട്ട് കൂടും. അതല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ലെയറിലോ അല്ലെങ്കിൽ അപ്പർ ബോഡിയിൽ, പ്രത്യേകിച്ച് ഷോൾഡറിന്റെ മുകളിലുള്ള ഭാഗങ്ങളിലോ ആയിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് ഇന്റേണലി പോവുക. ഇതെല്ലാം അപ്പോൾ പുറത്തുനിന്നുള്ള ചൂട്, പുറത്തുനിന്നുള്ള തണുപ്പ്, പുറത്തുനിന്നുള്ള ഡ്രൈനസ്, അതുകൊണ്ടുണ്ടാവുന്ന ഡാംപ്നെസ്, അതേമാതിരി തന്നെ വിൻഡ്, ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ പാത്തജൻ എന്നാണ് പറയുക. എക്സ്റ്റേണൽ പാത്തജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലേ? വെളിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ വെയിൽ കൊണ്ടു, വെളിയിൽ പോയപ്പോൾ അവിടുത്തെ തണുപ്പ് കൊണ്ടു, വെളിയിൽ പോയപ്പോൾ അവിടുത്തെ കാറ്റ് കൊണ്ടു, അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമിഡിറ്റി കാരണം എനിക്കുണ്ടായ ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ പോയിക്കുന്ന സമയത്ത് നമുക്ക് ഇതേമാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇതെല്ലാം തന്നെ എക്സ്റ്റേണലി നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ എക്സ്റ്റേണലി എഫക്റ്റ് ചെയ്യുന്ന ഈ പാത്തജൻസിനെ എക്സ്റ്റേണൽ പാത്തജൻ എന്ന് പറയും. ഇത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് സൂപ്പർഫിഷ്യലി ആണ്, അല്ലെങ്കിൽ അപ്പർ റീജിയനാണ്. പ്രത്യേകിച്ച് ഓർഗൻ വൈസ് പോകുന്ന സമയത്ത് നമ്മുടെ ഓർഗന്റെ കനോപ്പി എന്ന് വിളിക്കപ്പെടുന്ന മെറ്റലിലെ ലങ്ങിനെയാണ് ആദ്യം എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റൽ ഓർഗനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇന്റേണൽ കാസും അതേമാതിരി നമുക്ക് അസുഖത്തിന് കാരണമാണ്. എങ്ങനെയാണോ എക്സ്റ്റേണലി ഇതൊക്കെ എഫക്റ്റ് ചെയ്ത്, അതേമാതിരി ഇന്റേണലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അത് വൈറ്റൽ എനർജിയുടെ ഡെഫിഷ്യൻസി ഇന്റേണലി ഉണ്ടാവുന്നത് തന്നെയാണ്. അതേമാതിരി തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നമുക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ന്യൂട്രീഷൻസോ പ്രോട്ടീൻസോ എല്ലാം പോയാലും നമുക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാവാം. അത് മെൻ്റലി ആവാം, എമോഷണൽ സ്ട്രെസ്സും നമുക്ക് അസുഖങ്ങളാവാം. മെൻ്റൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അസുഖങ്ങൾ വരും. എമോഷണൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, ആരെങ്കിലും ഒരാൾ വീട്ടിൽ മരണപ്പെടുകയോ അസുഖമാകുന്നതിൽ ഒരുപാട് കൂടുതലായിട്ട് അതിനെ എമോഷണലാക്കി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ബോഡിയിൽ വീക്ക്നെസ് വരും. അപ്പോൾ ഇത് പുറത്തുനിന്ന് വന്നൊരു സാധനമല്ല, ഇത് ഇന്റേണലാണ്. എമോഷണലി എന്ന് പറയുന്നത് ഇന്റേണലി ആണ്. അതിൻ്റെ ഒരു അതൊരു പുറത്തുനിന്ന് വന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് ഈവൻ പുറത്തുള്ള ഒരാൾക്കാണ് വയ്യാതെ ആയെങ്കിൽ പോലും. അതേമാതിരി തന്നെ എന്താ പറയുക, ഒരുപാട് ഏതെങ്കിലും ഒരു വികാരം, അത് നമുക്കറിയാം, ദേഷ്യം ആയിക്കോട്ടെ, വെറുപ്പായിക്കോട്ടെ, ഇറിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ദിവസം അത് തന്നെ കാണുന്നു. അല്ലെങ്കിൽ ഒരു മരണം നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ വായിക്കുന്ന സമയത്തുള്ള എമോഷണൽ സ്ട്രെസ്, അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും ശരി കേട്ടോ, ദേഷ്യമാണെങ്കിലും ശരി, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും വെറുപ്പാണെങ്കിലും എല്ലാം തന്നെ നിങ്ങളിലേക്കാണ് അസുഖം ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേമാതിരി എക്സസ് എമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളോട് ഒരുപാട് വെറുപ്പ് അല്ലെങ്കിൽ ഒരുപാട് ഇറിറ്റേഷൻ, ഇപ്പോൾ ഓപ്പോസിറ്റിൽ വീട്ടിലുള്ളവരായിട്ട് നമുക്ക് ദേഷ്യമാണെന്ന് വെക്കുക, അവരെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള നമ്മുടെ ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു,
അതല്ല വീട്ടിൽ തന്നെ ഒരാളുണ്ട്, എല്ലാത്തിനും മറ്റേ ഒരുപാട് ദേഷ്യം കാണിക്കും, നമ്മൾ പറഞ്ഞ അഗിറ്റേഷൻ, അതെല്ലാം തന്നെ നിങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ എമോഷൻ എക്സസ് ആവും. ഈ എമോഷൻ എക്സസ് ആക്കി വെച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർഗനെയും ബാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും പോവാ, അവിടുന്ന് ഇങ്ങോട്ടും വരാം. അതേമാതിരി തന്നെയാണ് നിങ്ങൾ ഉണ്ടാകുന്ന എമോഷൻസ്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ നമുക്ക് ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആളിനെയോ ആരെങ്കിലും ഒരാളെ ദേഷ്യമെന്ന് വെക്കും. അപ്പം അയാളെ കാണുന്ന സമയത്ത് തന്നെ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു നമ്മുടെ ആക്ടിവിറ്റീസിൽ എമോഷനിൽ എക്സസൈസ് കാണിക്കുക. ഒരു ചെറിയ കുട്ടിയാണ് ഇരിക്കുന്നത്, ആ കുട്ടി വന്നിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഓടിക്കളിക്കുക, എന്തെങ്കിലും ചെയ്യൂ. പക്ഷെ നമുക്കിവിടെ അയാൾക്ക് ഞാൻ നിന്റെ മേലെ ദേഷ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസ് ഉറക്കെ ആ കുട്ടിയിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചീത്ത പറയുകയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമല്ലോ. ഒരു മറ്റേ വീട്ടിൽ ചുമ്മറത്ത് അടിച്ചു വാരിയിട്ടാണ് ആ ചൂലിനെ വലിച്ചെറിയുന്ന രീതി, അങ്ങനെ കുറേ നമ്മൾ പലതും എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ പിണറായിയോടോ അല്ലെങ്കിൽ മറ്റേ ആരാണ് നമ്മുടെ തരൂരിനോടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളിനോടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും പേപ്പർ വായിക്കുമ്പോൾ, ന്യൂസ് വായിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അവരെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, എമോഷണലി വീക്ക് ആവുക. അതല്ലെങ്കിൽ നമ്മുടെ മരിച്ചുപോയ ഏതെങ്കിലും ബന്ധുക്കളുടെ ഫോട്ടോ വളരെ അവരെ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾ അവർ മരിച്ചിട്ട് പോയിട്ട് കുറേ കൊല്ലങ്ങളായി പോയെങ്കിൽ പോലും എല്ലാ ദിവസവും അത് കണ്ട് കരയുക, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ആലോചിച്ചിരുന്ന് ഭയപ്പെടുക. ഇതെല്ലാം തന്നെ നിങ്ങളിൽ ഓർഗണിലെ എനർജീനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം. അത് മെറീഡിയൻ ലെവലിലോ അല്ലെങ്കിൽ ഓർഗൻ ലെവലിലേക്കോ എവിടേക്ക് വേണമെങ്കിലും അത് എഫക്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ എമോഷൻസും തന്നെ കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികളെ ഒരുപാട് ചിരിപ്പിച്ചാൽ പോലും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കരുത്, ശ്വാസം മുട്ടുന്നോ അല്ലെങ്കിൽ പല രീതിയിൽ പറയുന്നതൊക്കെ തന്നെ വെച്ചാൽ അത് ജോയ് ആണെങ്കിൽ പോലും ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എപ്പോഴും വന്നിട്ട് ന്യൂട്രൽ ആയിരിക്കണം, എമോഷണലി നമ്മൾ ഇംബാലൻസ് ആവരുത് എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ എമോഷണലി ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും നിങ്ങൾ കരഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും സാഡ്നെസ് നിങ്ങളുടെ ഏത് ഓർഗണാണോ ആ ഓർഗണുമായിട്ട് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഭയമാണ്, അയ്യോ അത് ചെയ്തില്ല, അയ്യോ ഇത് ചെയ്തില്ല, ആ ഭയത്തിന്റെ ഓർഗണിനെ ഇംബാലൻസ് ചെയ്യിക്കപ്പെടും. വെറുപ്പ് ഇറിറ്റേഷൻ കാണിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓർഗണിനെ ബാധിക്കും. അറിയില്ല, നമ്മൾ എന്താ പറയുക, ആദ്യം പല കാരണങ്ങൾ കൊണ്ടുവരും. ഓവർ തിങ്കിങ്, ഓവർ വർക്കോളിക്, ഇതെല്ലാം തന്നെ നിങ്ങളിലേക്ക് എനർജി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ഡെപ്തായി പോകുന്നില്ല, നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. Disturbance of internal organs owing to deficiency or excess occur, particularly when feelings arise suddenly and are especially ഏത് ഫീലിംഗ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള എനർജീനെ ഡെഫിഷ്യൻസും എക്സസും ആക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ നോർമലി ഇരിക്കുന്നു, പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് സീരിയസ് ആയി നിങ്ങളുടെ സീരിയൽ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വൈഫോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എൻ്റെ പിന്നിൽ നിന്നും നല്ലൊരു ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കി എന്ന് വെക്കുക, ഞാൻ പേടിക്കൂ അല്ലേ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, എൻ്റെ ബോഡിയിൽ പെട്ടെന്ന് എനർജി എന്താണ് സംഭവിക്കണം, ഷൂട്ടപ്പ് ആവണം, എക്സസ് ആവണം, പെട്ടെന്ന് കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റീസിലേക്ക് വരണം. ഇപ്പോൾ ഒരു നായ വന്നു, പെട്ടെന്ന് നമ്മൾ ഓടുന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ തല്ലാൻ വരുന്നു, നമ്മൾ ഓടിപ്പോകുന്നു. ആ സമയത്ത് നമ്മളുടെ എനർജിയൊക്കെ ഡൗൺ ആണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ഇത് റെഗുലറായിട്ട് ഇങ്ങനെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് കുട്ടികളെന്ന് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം അവർ പേടിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ഷൂട്ടപ്പും ഡൗണും ഉണ്ടാവും. ഇത് നല്ല ഒരു സിംറ്റം അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് BP-യോ അല്ലെങ്കിൽ ഷുഗറോ വന്നിട്ട് പെട്ടെന്ന് കൂടുന്നു പെട്ടെന്ന് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ അവർ മടിക്കും ഇല്ലേ. എന്താ വെച്ചാൽ അതൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഓർഗണിനെ ഡ്രാസ്റ്റിക് ആയിട്ട് ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് ഫീലിങ്സും അതേപോലെ തന്നെ കേട്ടോ. ഇൻ അഡീഷൻ ടു ദിസ് മെയിൻ കോസ് ഓഫ് ഇൽനെസ്, ഇൻഫെക്ഷൻസ്, ഓവർ എക്സിസ്റ്റേഷൻസ്, അതായത് ഇത് കൂടാതെ ഈ പറഞ്ഞ ചി ഡെഫിഷ്യൻസി, എക്സസ് ഡാമ്പ്നെസ് കൂടാതെ, ഈ 5 ക്ലൈമറ്റിക്കൽ കണ്ടീഷൻ കൂടാതെ ഇന്റേണലി നിങ്ങളുടെ എമോഷൻ കൊണ്ടോ
തോട്ട് പാറ്റേൺ കൊണ്ടോ ഉണ്ടാക്കുന്നത് കൂടാതെ അതല്ലാതെ വന്നിട്ട് വൈറൽ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഓവറായിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസിലുണ്ടെങ്കിൽ, ശരീരത്തിനകത്ത് ഫലം കൂടുതലായിട്ടുണ്ടെങ്കിൽ, ഫലം എന്ന് പറയുന്നത് ഫ്ലം എന്നാണ് പറയുക, ഫലം എന്നല്ല, ഫ്ലം എന്നാണ് കേട്ടോ അത്. അതേമാതിരി തന്നെ ട്രോമ, ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന അപകടങ്ങളോ അതിൻ്റെ മെൻ്റൽ റിലേറ്റഡ് ആയിട്ടോ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടോ ഏത് രീതിയിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ രോഗത്തിന് കാരണങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഇനി അടുത്തത് വന്നിട്ട് 5 എലമെന്റിലെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെ ആയിരിക്കും, എന്നിരുന്നാലും നമ്മൾ അടുത്തത് 5 എലമെന്റിലേക്ക് പതുക്കെ കിടക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സമയം എൻ്റെ സമയവും ദൈവം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അനുഗ്രഹിച്ചതായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.